നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് വിസ്കോസിറ്റി ആണ്. സോ വി ഓൾ നോ വാട്ട് വിസ്കോസിറ്റി ഈസ്, അല്ലേ? ഇഫ് സംബഡി ആസ്ക്സ് ദ ബേസിക് ഡെഫിനിഷൻ ഓഫ് വിസ്കോസിറ്റി, വി വിൽ സേ ഇറ്റ് ഇസ് ദ റെസിസ്റ്റൻസ് ടു ഫ്ലോ. വിസ്കോസിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഫ്ലോനുള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹൈ വിസ്കസ് ഫ്ലൂയിഡിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാവരും പറയില്ലേ, ഹണി ഈസ് എ ഹൈലി വിസ്കസ് ഫ്ലൂയിഡ്. നമുക്ക് ഫ്ലോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഫ്ലൂയിഡാണ് ഹണി. ആൻഡ് ഒരു ലെസ് വിസ്കസ് ഫ്ലൂയിഡിന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ വാട്ടർ ഒരു ലെസ് വിസ്കസ് ഫ്ലൂയിഡാണ്. കെറോസിൻ ഒരു ലെസ് വിസ്കസ് ഫ്ലൂയിഡാണ്, അല്ലേ? സോ നമുക്ക് ഇവിടെ വിസ്കോസിറ്റിയുടെ ഡെഫിനിഷൻ പറയുന്നത് ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ്. ഇറ്റ്സ് ദ പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ് which determines its resistance to shearing stress. It's the property of a fluid which determines its resistance to shearing stress. വേറെ ഒരു ഡെഫിനിഷൻ പറഞ്ഞത് it is a measure of internal fluid friction. It is a measure of internal fluid friction which causes the resistance to flow. First one is resistance to shearing stress and so the resistance to flow. രണ്ട് കാരണങ്ങളാണ് മെയിനായിട്ട് വിസ്കോസിറ്റിക്ക് പുറകിലുള്ളത്. There is two reasons behind viscosity. The first one is cohesion and the second one is molecular momentum exchange between the fluid layers. ഫ്ലൂയിഡ് ഇതുപോലെ ലേയേഴ്സ് ആയിട്ടാണ് മൂവ് ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഫ്ലൂയിഡ് ഈസ് മൂവിങ് as layers, one layer over other. താഴത്തൊരു ലെയർ, അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ, അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ. The cohesion between the fluid molecules and the momentum exchange, molecular momentum exchange between the fluid layers causes the viscosity. ഇനി വിസ്കോസിറ്റി ഇല്ലാത്ത ഫ്ലൂയിഡ് ഉണ്ടോ? Yes, there is a concept fluid called ideal fluid. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് മാത്രം. അങ്ങനത്തെ ഒരു ഫ്ലൂയിഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് വിസ്കോസിറ്റി ഇല്ലാത്തൊരു ഫ്ലൂയിഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. There is a viscosity for water and there is a viscosity for kerosene too. എല്ലാം നമ്മൾ ലെസ് വിസ്കസ് ആണ് എന്നേ പറയുന്നുള്ളൂ. സീറോ വിസ്കസ് എന്ന് ഒരു ഫ്ലൂയിഡിനെ പറയുന്നില്ല. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ഫ്ലൂയിഡിനാണ് നമ്മൾ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയാം. അല്ല, നമുക്കറിയാം ഐഡിയൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഇല്ല, ഒരു കൺസെപ്റ്റ് മാത്രമാണ്. സോ ഐഡിയൽ ഫ്ലൂയിഡ് ഇസ് എ ഫ്ലൂയിഡ് ഹാവിങ് നോ വിസ്കോസിറ്റി. നെക്സ്റ്റ് ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഫിഗർ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ദ വെലോസിറ്റി വേരിയേഷൻ നിയർ ദ സോളിഡ് ബൗണ്ടറി. ഇതൊരു സോളിഡ് ആണ്, ഒരു സോളിഡാണ്. ആ സോളിഡിന്റെ മുകളിലൂടെ ഫ്ലൂയിഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ദിസ് റെഡ് കർവ് റെപ്രസെന്റ്സ് ദ വെലോസിറ്റി ഗ്രേഡിയന്റ്. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ സോളിഡ് ബൗണ്ടറിയുടെ മുകളിലൂടെ ഒരു ഫ്ലൂയിഡ് മൂവ് ചെയ്യാന്ന് പറഞ്ഞു. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞെങ്കിൽ ലേയേഴ്സ് ആയിട്ടാണ് മൂവ് ചെയ്യുക. അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ലേയേഴ്സ് ആയിട്ടാണ് മൂവ് ചെയ്യുക. And the first layer nearer to the solid boundary have negligible velocity. സോളിഡ് ബൗണ്ടറിയുടെ അടുത്തൂടെ പാസ് ചെയ്യുന്ന, ഇതിന് തൊട്ട് പാസ് ചെയ്യുന്ന ഫ്ലൂയിഡ് ലെയറിന് വളരെ കുറവ് വെലോസിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. ഓൾമോസ്റ്റ് സീറോ വെലോസിറ്റി ആയിരിക്കും. തൊട്ട് മുകളിൽ പാസ് ചെയ്യുന്ന ഫ്ലൂയിഡ് ലെയറിന് കുറച്ചുകൂടെ വെലോസിറ്റി ഉണ്ടാവും. അതിൻ്റെ മുകളിൽ പാസ് ചെയ്യുന്ന ഫ്ലൂയിഡ് ലെയറിന് കുറച്ചുകൂടെ വെലോസിറ്റി ഉണ്ടാവും. അങ്ങനെ മുകളിലേക്ക് പോകുന്തോറും, അതായത് സോളിഡ് ബൗണ്ടറിയിൽ നിന്നും അകന്ന് പോകുന്തോറും ഇതിൻ്റെ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ നമ്മൾ രണ്ട് ഫ്ലൂയിഡ് ലെയർ കൺസിഡർ ചെയ്യാം. സോ ദ ഫസ്റ്റ് ലെയർ ആൻഡ് ദ സെക്കൻഡ് ലെയർ രണ്ട് അഡ്ജസൻറ്റ് ലെയേഴ്സ് ആണ്. ആ അഡ്ജസൻറ്റ് ലെയേഴ്സ് തമ്മിൽ dy ഡിസ്റ്റൻസ് മാറ്റുണ്ടെന്ന് വയ്ക്കാം. ദീസ് ടു ലെയേഴ്സ് ആർ dy ഡിസ്റ്റൻസ് അപ്പാർട്ട്. അത്ര മൈന്യൂട്ട് ഡിസ്റ്റൻസ് ആയതുകൊണ്ടാണ് നമ്മൾ dy എന്ന് എടുക്കുന്നത്, അല്ലെ? സോളിഡ് ലെയർ എന്ന് പറഞ്ഞെങ്കിൽ അത്ര അടുത്തൂടെ പോകുന്ന രണ്ട് ലെയേഴ്സാണ്. സോ ദ വെലോസിറ്റി ഓഫ് ദ ഫസ്റ്റ് ലെയർ du എന്ന് പറഞ്ഞു ഫസ്റ്റ് ലെയറിനേക്കാളും സ്ലൈറ്റ്ലി കുറച്ച് കൂടുതലായിരിക്കും സെക്കൻഡ് ലെയറിന്റെ വെലോസിറ്റി.
സോ ആ ഇൻക്രീസ് എന്ന് പറയണമെങ്കിൽ ഡി യു ആണ്. ഓക്കെ, ഫസ്റ്റ് ലെയറിന്റെ വെലോസിറ്റി യു ആണ്, രണ്ടാമത്തെ ലെയറിന്റെ വെലോസിറ്റി യു പ്ലസ് ഡി യു ആണ്. യുവിനേക്കാളും ഒരു സ്ലൈറ്റ് ഇൻക്രീസ് ഇൻ വെലോസിറ്റി അല്ലെ, മുകളിലേക്ക് പോകുന്തോറും വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നുള്ള പറഞ്ഞാൽ. സോ ഫസ്റ്റ് ലെയറിന്റെ വെലോസിറ്റി ബി യു ആൻഡ് സെക്കൻഡ് ലെയറിന്റെ വെലോസിറ്റി ബി യു പ്ലസ് ഡി യു. ഓക്കെ, നോക്കുക, ഒരു വെലോസിറ്റി ചേഞ്ച് ഉണ്ട്. ആൻഡ് ദിസ് വിസ്കോസിറ്റി ആൻഡ് റിലേറ്റീവ് വെലോസിറ്റി, this viscosity together with relative velocity will cause a shear stress between the fluid layers. തമ്മിൽ വിസ്കോസിറ്റി ഉണ്ട് ആൻഡ് there is a relative velocity. This viscosity and relative velocity causes a shear stress between the fluid layers. ആ shear stress നെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ടോ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാ, ടോ. And this tau is directly proportional to the rate of change of velocity du, rate of change of velocity with respect to y. This shear stress tau is directly proportional to the rate of change of velocity with respect to y. Rate of change of velocity with respect to y. ഇനി നമ്മൾ ഇക്വേറ്റ് ചെയ്യുക, ടോ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷൻ, ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി ആണ്. സോ ടോമിന് ഇക്വേറ്റ് ചെയ്തു. ടോ ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി മ്യൂ, മ്യൂ ഇൻറ്റു ഡി യു ബൈ ടി വൈ. സോ ഷിയർ സ്ട്രെസ് ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. ഇതിൽ മ്യൂവിനെ പറയുന്ന പേരാണ്, മ്യൂ ഈസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി, കോഎഫിഷ്യന്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി or simply viscosity. Shear stress tau is equal to mu into du by dy, and this mu is called as the coefficient of dynamic viscosity or simply viscosity. And this du by dy is called rate of shear strain, rate of shear strain or velocity gradient, or velocity gradient. And in this equation, tau is shear stress and mu is the coefficient of dynamic viscosity or simply viscosity, and du by dy is the rate of shear strain or velocity gradient. And we can write this equation as mu is equal to tau divided by du by dy. Mu is equal to tau divided by du by dy. So the coefficient of dynamic viscosity or simply viscosity is defined as it is the shear stress required to produce the unit shear strain. There is another definition for viscosity, and that viscosity is equal to, or dynamic viscosity is equal to, it is the shear stress required to produce the
unit shear strain. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് the velocity variation near the solid boundary ആണ്. സോളിഡ് ബൗണ്ടറിയുടെ താഴെ ബൗണ്ടറിയിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതോറും വെലോസിറ്റി കൂടി വരും എന്നുള്ളത് പറഞ്ഞു. ഓരോ ലെയറിനും വെലോസിറ്റി കൂടി വരും. സോ നമ്മൾ രണ്ട് ലെയറുകൾ കൺസിഡർ ചെയ്തു. ലെയർ നമ്പർ 1 ഹാവിങ് വെലോസിറ്റി ഓഫ് u ആൻഡ് ലെയർ 2 അതിന്റെ അഡ്ജസന്റ് ലെയറിന് ഉണ്ടാകുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞെങ്കിൽ u പ്ലസ് du ആണ്. അതായത് ഈ രണ്ട് ലെയർ തമ്മിലുള്ള വെലോസിറ്റി ഡിഫറൻസ് എന്ന് പറഞ്ഞെങ്കിൽ സ്മോൾ ഡിഫറൻസ് du ആണുള്ളത്. സോ ഫസ്റ്റ് ലെയറിന്റെ വെലോസിറ്റി is u ആൻഡ് സെക്കൻഡ് ലെയറിന്റെ വെലോസിറ്റി is u പ്ലസ് du. And this velocity difference, relative velocity, together with the viscosity, will cause a shear stress between these fluids. That means the lower layer have a shear stress between on the upper layer, and this upper layer having a shear stress on the lower layer. Lower layer തൊട്ട് മുകളിലെ adjacent ലെയറും മുകളിലെ ലെയറിന് തൊട്ട് താഴെയുള്ള ലെയറിന് മുകളിലും ഒരു shear stress ഉണ്ടാവും. And this shear stress is directly proportional to du by dy, and this du by dy is called as rate of shear strain or rate of deformation or velocity gradient. Then നമ്മൾ equal ചെയ്തു tau is equal to ഒരു coefficient of proportionality കൊടുത്തു, that is mu into du by dy, and this mu is called as viscosity or coefficient of dynamic viscosity. And this du by dy is called as velocity gradient, and we write the equation as mu is equal to tau divided by du by dy, and we can define mu as it is the shear stress required to produce unit shear strain. Next, the units of viscosity. Very important ആണ്. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്തൊക്കെ ഇതിന്റെ യൂണിറ്റും ഇതിന്റെ കൺവേർഷനും മനസ്സിലാക്കിയിരിക്കണം. So the SI unit of viscosity is Newton second per meter square. Newton second per meter square ആണ് SI unit of viscosity എന്ന് പറയുകയാണെങ്കിൽ. ഇതിന്റെ CGS unit is dyne second per centimeter square. SI unit Newton second per meter square ആണ്. CGS unit dyne second per centimeter square. ഇതിനെ സാധാരണയായിട്ട് അറിയുന്നത് poise എന്ന് കൊണ്ടാണ്. So the CGS unit of viscosity is called as poise. Poise എന്ന് പറയുകയാണെങ്കിൽ ഒരു dyne second per centimeter square ആണ് നമ്മൾ poise എന്ന് പറയാം. So its SI unit is Newton second per meter square and its CGS unit is poise. ഇനി ഈ കൺവേർഷൻ നോക്കുക. 1 poise എന്ന് പറയുകയാണെങ്കിൽ this 1/10 Newton second per meter square ആണ്. 1 poise is equal to 10 raised to minus 1/10 Newton second per meter square ആണ് 1 poise എന്ന് പറയുകയാണെങ്കിൽ. ഇനി വാട്ടറിന്റെ വിസ്കോസിറ്റി ഓഫ് വാട്ടർ is equal to 1/100 poise. Viscosity of water is 1/100 poise. 1/100 poise-നെ ഒരു സെന്റി പോയിസ് എന്നൂടെ പറയും. So viscosity of water is 1 centipoise അല്ലെങ്കിൽ 1/100 poise. So the unit of viscosity, SI unit of viscosity is Newton second per meter square. Its CGS unit is poise, and 1 poise is equal to 1/10 Newton second per meter square. Viscosity of water is 1 centipoise, that is 1/100 poise. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡൈനാമിക് വിസ്കോസിറ്റി ആണ്. രണ്ട് അടുത്തൊരു വിസ്കോസിറ്റി കൂടെ പഠിക്കാണ്ട്, ദാറ്റ് ഈസ് കൈനമാറ്റിക് വിസ്കോസിറ്റി. കൈനമാറ്റിക് വിസ്കോസിറ്റി. ഡൈനാമിക് വിസ്കോസിറ്റിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്തത് മ്യൂ എന്നുള്ള ലെറ്റർ വെച്ചിട്ടായിരുന്നു. ഡൈനാമിക് വിസ്കോസിറ്റി ഈസ് ന്യൂ എന്ന് പറഞ്ഞിട്ട് ഉള്ള ലെറ്റർ വെച്ചിട്ടാണ് ഡൈനാമിക് വിസ്കോസിറ്റി റെപ്രസെന്റ് ചെയ്തത്. And that nu is equal to അല്ലെങ്കിൽ kinematic viscosity is defined as the ratio of dynamic viscosity to density. Kinematic viscosity is the ratio of dynamic viscosity to density. So nu is equal to ratio of
dynamic viscosity mu divided by density നമ്മൾ represent ചെയ്യുക rho. So kinematic viscosity is the ratio of dynamic viscosity divided by density. ഇനി unit of kinematic viscosity, unit SI unit is meter square per second. SI unit of dynamic viscosity എന്ന് പറയുകയാണെങ്കിൽ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. അതിൻ്റെ CGS യൂണിറ്റ് എന്ന് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് നമ്പർ, സ്റ്റോക്ക് ദാറ്റ് ഈസ് സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡിനെ നമ്മൾ സ്റ്റോക്ക് എന്നാണ് പറയുക. CGS unit of dynamic viscosity is poise and CGS unit of kinematic viscosity is stoke. And one stoke is equal to 10 raised to minus 4 meter square per second. One stoke is equal to 10 raised to minus 4 meter square per second. ഈ കൺവേർഷൻസ് ഒരിക്കലും മറക്കാൻ പാടില്ല. So what is kinematic viscosity? Kinematic viscosity is represented at nu and is the ratio of dynamic viscosity to density. That is nu is equal to dynamic viscosity mu divided by density rho. Its SI unit is meter square per second and its CGS unit is called as stoke. One stoke is equal to 10 raised to minus 4 meter square per second. ഇത്രയാണ് viscosity and its units. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിൻ്റെ യൂണിറ്റുകളും അതുപോലെ തന്നെ ഇതിൻ്റെ കൺവേർഷൻസും ശരിക്ക് ഓർത്ത് വയ്ക്കുക. എൻ്റെ ഒരു കുഞ്ഞു ടോപ്പിക് കൂടെ, ആൻഡ് ദാറ്റ് ഈസ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് ദ ഷിയർ സ്ട്രെസ് ദാറ്റ് ഈസ് ടോ ഓൺ എ ഫ്ലൂയിഡ് ലെയർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. തൊട്ട് മുമ്പേ ഡൈനാമിക് വിസ്കോസിറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുള്ള അതേ കാര്യം. ദാറ്റ് ഈസ് ടോ shear stress is directly proportional to the rate of shear strain du by dy. ഈ സംഭവത്തെ നമ്മൾ പറയുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്നാണ്. ദാറ്റ് ഈസ് ടോ ഈസ് ഈക്വൽ ടു mu into du by dy. That mu is called as coefficient of viscosity or coefficient of dynamic viscosity. ന്യൂട്ടന്റെ ഈ ലോ, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡ്സിനെ നമ്മൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്നും, ആൻഡ് ദോസ് ഫ്ലൂയിഡ്സ് വിച്ച് ഡസൻറ്റ് ഒബേ ദ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഇസ് കോൾഡ് ആസ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ്. ന്യൂട്ടൺ ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡ്സിനെ നമ്മൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്നും, ന്യൂട്ടൺസ് ലോ ഒബേ ചെയ്യാത്ത ഫ്ലൂയിഡ്സിനെ നമ്മൾ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്നുമാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ് പറയുന്ന സമയത്ത് പറയാം. സോ എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്നും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളതും ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. താങ്ക് യു.